കഴിഞ്ഞ എപ്പിസോഡിൽ മിനിയാങ് ഇടിയെ പേടിച്ച് ഒരു ബോക്സിനുള്ളിൽ കയറി കിടക്കുന്നതാണ് നമ്മൾ കണ്ടത്. അടുത്ത സീനിൽ ഇടിയും മഴയും ഒക്കെ കുറഞ്ഞപ്പോൾ മിനിയാങ്ങിന്റെ ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകളും കുറെയൊക്കെ മാറി. യാങ്ഷി ആണെങ്കിൽ കുട്ടിയെയും കൊണ്ട് ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിരിക്കുകയാണ്. സൈക്കോളജിസ്റ്റ് പറഞ്ഞു, ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല, സിസിക്ക് അങ്ങനെ പേടിക്കേണ്ട മാനസിക പ്രശ്നങ്ങളൊന്നും തന്നെയില്ല, ചെറിയൊരു ട്രോമയുടെ പ്രശ്നം മാത്രമാണ് അവൻ ഇപ്പോൾ ഉള്ളത്. അമ്മയും അച്ഛനും നഷ്ടപ്പെട്ട ഏതൊരു കുട്ടിക്കും ഉണ്ടാകാവുന്ന ഒരു ട്രോമ മാത്രമേ സിസിക്കും സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ അവന് ഈ ട്രോമയിൽ നിന്ന് പുറത്ത് കടക്കാനായി നിങ്ങൾ അവനെ ഇടയ്ക്കിടയ്ക്ക് ഔട്ടിങ്ങിനൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ അവൻ സങ്കടങ്ങളൊക്കെ മറന്ന് ഹാപ്പിയാകും. ഈ സമയത്ത് യാങ്ഷി അല്പം വിഷമത്തിലായിരുന്നു. അതിന്റെ കാരണം മിനിയാങ്ങിന്റെ ഇന്നലത്തെ ഇടിയും മഴയും വന്നപ്പോഴുള്ള ഒരു വല്ലാത്ത അവസ്ഥ കണ്ടതിൻ്റെതായിരുന്നു. അവസാനം അവൾ ഡോക്ടറോട് ചോദിച്ചു, മിനിയാങ്ങും നിങ്ങളുടെ പേഷ്യൻ്റ് ആണോ? അവനും നിങ്ങളുടെ മരുന്നാണോ കഴിക്കുന്നത്? അപ്പൊ സൈക്കോളജിസ്റ്റ് പറഞ്ഞു, സോറി, ഈ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയില്ല. കാരണം നമ്മൾ പേഷ്യൻസിന്റെ പ്രൈവറ്റ് ആയ കാര്യങ്ങൾ വേറെ ആരോടും പറയാൻ പാടില്ല. അപ്പോൾ യാങ്ഷി പറഞ്ഞു, ഓ അത് ശരി, അപ്പോൾ മിനിയാങ്ങും നിങ്ങളുടെ പേഷ്യന്റ് തന്നെയാണല്ലേ? ഏതായാലും എൻ്റെ ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അതിനുശേഷം യാങ്ഷിയും സിസിയും വീട്ടിൽ തിരിച്ചെത്തി. അവൾ മെല്ലെ മിനിയാങ്ങിന്റെ റൂമിലേക്ക് അവന്റെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് അറിയാൻ എത്തി നോക്കുകയാണ്. പെട്ടെന്ന് മിനിയാങ് അവളെ പിറകിൽ നിന്ന് തട്ടി വിളിച്ചു. യാങ്ഷി പേടിച്ചു പോയി. മിനിയാങ് ചോദിച്ചു, നീ എന്താ ഒരു പേടിത്തൊണ്ടിയെ പോലെ നോക്കുന്നത്? അപ്പൊ അവള് പറഞ്ഞു, പിന്നെ നീ വലിയ ധൈര്യവാനാണല്ലോ, ഞാൻ കണ്ടു ഇടിയും മഴയും വന്നപ്പോഴുള്ള നിന്റെ ഒരവസ്ഥ, പേടിത്തൊണ്ടൻ, എന്നിട്ട് എന്നെ പറയാൻ വന്നിരിക്കുന്നു. അടുത്ത സീനിൽ രാത്രി ആയിരിക്കുകയാണ്. യാങ്ഷി കിച്ചണിൽ ബിസി ആയിരുന്നു. അവള് വളരെ നല്ലൊരു കുക്കാണ്. ഈ സമയത്ത് മിനിയാങ് അടുക്കളയിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങാനായി പുറത്തു പോയിരിക്കുകയാണ്. യാങ്ഷിയാണ് അവനെ സൂപ്പർ മാർക്കറ്റിലേക്ക് പറഞ്ഞയച്ചത്. അവനാണെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും ഒന്നും അറിയില്ല. കാരണം അവൻ ഇതിനു മുമ്പ് ഇങ്ങനെ കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാനൊന്നും പോയിട്ടേ ഇല്ല. അതേസമയം യാങ്ഷി ഓരോ സാധനത്തിൻ്റെയും ഇൻഗ്രീഡിയൻസ് വായിച്ചു നോക്കിയിട്ടേ സാധനങ്ങൾ വാങ്ങിയിരുന്നുള്ളൂ. അതിൻ്റെ കാരണം നമ്മുടെ സിസിക്ക് കിവി ഫ്രൂട്ടിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ഉള്ള ഒരു സാധനവും പറ്റില്ല. അവന് അത് അലർജിയാണ്. അപ്പം അതൊക്കെ നോക്കി നമ്മുടെ മിനിയാങ് സാധനങ്ങളൊക്കെ വാങ്ങി ഒരു 2 മണിക്കൂർ കഴിഞ്ഞാണ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയത്. വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അവൻ അതേപടി ടേബിളിൻ്റെ മുകളിൽ വെച്ചു. അവനാണെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടി വന്നതിൻ്റെ പേരിൽ വല്ലാതെ ദേഷ്യം പിടിച്ചിട്ടുണ്ടായിരുന്നു. യാങ്ഷി പറഞ്ഞു, നീ ഇതൊക്കെ ആ കിച്ചണിൽ കൊണ്ടുപോയി വെക്കേ, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നീ ഇപ്പൊ വാങ്ങി ആ ചോപ്സ്റ്റിക്കും എടുത്തിട്ട് വരണം കേട്ടോ. മിനിയാങ് ദേഷ്യപ്പെട്ട് പറഞ്ഞു, യാങ്ഷി, നിന്നെ ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നത് സിസിയെ ശ്രദ്ധിക്കാനാണ്, അല്ലാതെ എന്നോട് ഓർഡർ ഇടാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ അവള് പറഞ്ഞു, നീ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ആ സാരമില്ല, നീ ഏതായാലും ഫുഡ് കഴിക്കാനിരിക്കെ. അത് കേട്ട് അവൻ ഇരുന്നു. പക്ഷേ ഡൈനിങ് ടേബിളിൽ അവന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചോപ്സ്റ്റിക് ഉണ്ടായിരുന്നില്ല. യാങ്ഷി പറഞ്ഞു, ഞാൻ നിന്നോട് കുറച്ചു നേരത്തെ ഫോൺ വിളിച്ചപ്പോഴും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ചോപ്സ്റ്റിക് വാങ്ങണമെന്ന് പറഞ്ഞിരുന്നതല്ലേ, അപ്പൊ നീ വാങ്ങിയില്ലേ? ഇത് കേട്ട് അവൻ ദേഷ്യം കടിച്ചമർത്തി. കാരണം കുഞ്ഞിന്റെ മുന്നിൽ നിന്ന് വഴക്ക് കൂടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവൻ കൂടുതലൊന്നും അവളോട് മിണ്ടിയില്ല. അടുത്ത സീനിൽ യാങ്ഷി മിനിയാങ്ങിനോട് ഡോക്ടർ സിസിയെ പുറത്ത് അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ കറങ്ങാൻ കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. അവൻ പറഞ്ഞു, ഓക്കെ, പക്ഷേ എനിക്കതിനൊന്നും സമയമില്ല. ദാ നീ ഈ ക്രെഡിറ്റ് കാർഡ് എടുത്ത് എവിടെയാ വേണ്ടതെന്ന് വെച്ചാൽ അവനെയും കൂട്ടി പോയിക്കോളൂ. അപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, ആ ഏതായാലും സിസിക്ക് നിന്നെ തീരെ ഇഷ്ടമല്ല, അപ്പൊ പിന്നെ നീ ഞങ്ങളുടെ കൂടെ വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അവള് ആ പറഞ്ഞത് അവന്റെ നെഞ്ചിൽ തന്നെ തറച്ചു. അതുകൊണ്ട് തന്നെ അവൻ എന്തായാലും അവരുടെ കൂടെ തന്നെ പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ പിന്നീട് 3 പേരും കൂടി കുറെ സ്ഥലങ്ങളിലൊക്കെ കറങ്ങി. അങ്ങനെ അവസാനം അവർ ഫുഡ് കഴിക്കാൻ തുടങ്ങി. യാങ്ഷി മിനിയാങ്ങിനോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി ഒരു ചെറിയ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്, ദാ നോക്കൂ, ഇത് നീ നിന്റെ തലയിൽ ഇടൂ. നീ ഇത് തലയിൽ ഇട്ട് കഴിഞ്ഞാൽ സിസിയുടെ മുന്നിൽ നീ ബ്ലാക്ക് കരടിക്ക് പകരം ബ്രൗൺ കരടിയായി മാറും. അപ്പോൾ സിസിക്ക് പിന്നെ നിന്നെ പേടിയും ഉണ്ടാവില്ല, അവൻ നിന്നെ ഇഷ്ടപ്പെടാനും തുടങ്ങും. അങ്ങനെ യാങ്ഷി തന്നെ അത് അവന്റെ തലയിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇപ്പം നിന്നെ കാണാൻ നല്ല ക്യൂട്ടാണ്. ഇത് കണ്ട് സിസിക്കും നല്ല സന്തോഷമായി. പെട്ടെന്നാണ് സിസിക്ക് ക്ഷീണം അനുഭവപ്പെടുന്നത് പോലെ തോന്നിയത്. യാങ്ഷി അവൻ കഴിച്ചുകൊണ്ടിരുന്ന ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി ആ ഫുഡിൽ കിവി ഫ്രൂട്ടിന്റെ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട് എന്ന്. സിസി അവിടെ തന്നെ ബോധം കെട്ടു വീണു. മിനിയാങ് അവനെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഓടി. ഭാഗ്യത്തിന് സിസിക്ക് കൂടുതലൊന്നും സംഭവിച്ചില്ല. ഇപ്പൊ അവന്റെ ആരോഗ്യസ്ഥിതി ഓക്കെ ആയി വരുന്നുണ്ട്. യാങ്ഷി പറഞ്ഞു, തെറ്റ് എന്റെ ഭാഗത്താണ്, ഞാൻ സിസിയെ പാർക്കിൽ കൊണ്ടുപോയില്ലായിരുന്നു എങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു.
അപ്പൊ മിനിയാങ് പറഞ്ഞു, കുറ്റം മുഴുവൻ സ്വയം ഏറ്റെടുക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല. അതിന് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ ആഗ്രഹിച്ചത് എന്താണെന്ന് എനിക്കറിയാം. ഞാനും സിസിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നന്നാക്കാനാണ് നീ ശ്രമിച്ചത്. അതിനു വേണ്ടിയല്ലേ നീ ആ കരടിയുടെ തൊപ്പിയൊക്കെ വാങ്ങിയത്. മിനിയാങ് ഇങ്ങനെ തുറന്ന് സംസാരിക്കുന്നത് കേട്ടപ്പോൾ യാങ്ഷി പറഞ്ഞു, നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. മിനിയാങ് പറഞ്ഞു, സത്യം പറയുക എന്നുള്ളത് എൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞത്. ഇത്രയും പറഞ്ഞ് അവൻ അവിടുന്ന് പോയി. പിറ്റേ ദിവസം മിനിയാങ്ങിന്റെ അസിസ്റ്റന്റ് മിനിയാങ്ങിന് ഒരു ഫയൽ കൊണ്ടു കൊടുത്തു. അതിൽ യാങ്ഷിയുടെ ആക്സിഡന്റിൽ പെട്ട് മരിച്ചുപോയ ബ്രദർ യൂസാങ്ങിന്റെ എല്ലാ വിവരങ്ങളും ഉണ്ടായിരുന്നു. പിന്നീട് സിസിയും യാങ്ഷിയും ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് എത്തി. അപ്പോഴേക്കും മിനിയാങ് സിസിക്ക് ഒരു സർപ്രൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവന് ഒരു റൂം മുഴുവൻ കളിക്കേണ്ട സാധനങ്ങൾ വാങ്ങി നിറച്ചു വെച്ചിരുന്നു. മിനിയാങ് പറഞ്ഞു, ഡോക്ടർ എന്നോട് പറഞ്ഞു സിസിയുടെ എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്യണമെന്ന്, അപ്പൊ അവൻ ഹാപ്പി ആകുമെന്ന്. ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്നത് ഏത് ഡോക്ടറാണ് മിനിയാങ്ങിന് ഇത് ഉപദേശിച്ചു കൊടുത്തത് എന്നാണ്. അത് വേറെ ആരുമല്ലായിരുന്നു, നമ്മുടെ യാങ്ഷി തന്നെയായിരുന്നു ആ ഡോക്ടർ. സിസിയുടെ എൻവയോൺമെന്റ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് യാങ്ഷി നേരത്തെ പറഞ്ഞപ്പോൾ അവൻ അതൊന്നും ചെവിക്കൊണ്ടിരുന്നില്ല. ഇപ്പോഴാണ് അവൻ അത് തലയിൽ കയറിയതും പ്രാവർത്തികമാക്കിയതും. ഇപ്പം മിനിയാങ് സിസിയോട് ചോദിക്കുകയാണ്, മോനെ നിനക്കിതൊക്കെ ഇഷ്ടപ്പെട്ടോ? അപ്പൊ അവൻ പറഞ്ഞു, ആ ഒരുപാട് ഇഷ്ടമായി, താങ്ക് യു കരടി അമ്മാവാ. യാങ്ഷി മിനിയാങ്ങിനോട് പറഞ്ഞു, നിന്നിൽ നിന്നും ഞാൻ ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഏതായാലും സിസിക്ക് വേണ്ടി നീ ചെയ്ത ഈ കാര്യത്തിന് വളരെ നന്ദിയുണ്ട്. ഈ സമയത്ത് മിനിയാങ് കുറച്ച് കൺഫ്യൂഷനിലാണ് ഉള്ളത്. അത് യാങ്ഷിയോട് എന്തൊക്കെയോ അവന് ചോദിക്കണമെന്നുണ്ട്, പക്ഷെ ചോദിക്കാൻ കഴിയുന്നില്ല. അവസാനം അവൻ ഇങ്ങനെ പറഞ്ഞു, നീ ആ സൈക്കോളജിസ്റ്റിനോട് എൻ്റെ അസുഖത്തെക്കുറിച്ച് എന്തോ ചോദിച്ചിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. ശരിയല്ലേ? നിന്റെ ജോലി സിസിയെ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ്, അല്ലാതെ എൻ്റെ ജീവിതത്തിൽ നീ ഇടപെടേണ്ട ഒരു കാര്യവുമില്ല. അതിനുശേഷം അവൻ പറഞ്ഞു, ഞാൻ സിസിയെ കിൻഡർ ഗാർഡനിൽ വിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവിടെ ചെന്നാൽ അവന് സന്തോഷമാകും. ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ അവന് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. പക്ഷേ യാങ്ഷിക്ക് അതിലൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ വെച്ച് അവനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ മറ്റോ വിഷമിപ്പിക്കും എന്നതായിരുന്നു അവളുടെ പേടി. അങ്ങനെ കിൻഡർ ഗാർഡന്റെ പേരും പറഞ്ഞ് രണ്ടാളും വീണ്ടും വഴക്കായി. മിനിയാങ് പറഞ്ഞു, സിസി എന്നെ പോലെ ആവാതിരിക്കാനാണ് ഞാൻ ഇത് ചെയ്യുന്നത്. എനിക്കൊരു ഫ്രണ്ട്സ് പോലും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയി മാറിയത്. അപ്പോൾ കിൻഡർ ഗാർഡനിൽ അവൻ പോവുകയാണെങ്കിൽ അവന് ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ കിട്ടും. പക്ഷേ യാങ്ഷി അത് വേണ്ട എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മിനിയാങ് അത് മൈൻഡ് ചെയ്തതേയില്ല. അവൻ തൻ്റെ വാശിയിൽ തന്നെ ഉറച്ചു നിന്നു. അവസാനം യാങ്ഷി തോറ്റു പിന്മാറി. അവൾ പറഞ്ഞു, അവിടെ സിസിക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ ആ നിമിഷം ഞാൻ അവനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവരും. അപ്പൊ നമ്മുടെ സിസി കിൻഡർ ഗാർഡനിൽ പോവോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡും എല്ലാവരും മറക്കാതെ കാണണം. ഈ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം.